ഇത് CNC ആണ്. ഓ, അധികം സ്ഥലത്തില്ല. ഹെവി ആയിട്ടുള്ള CNC മെഷീനാണ്. 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ ആണ്. അപ്പൊ എല്ലാ ഭാഗത്തും ഒരേപോലെ ലോഡ് വരും. പാനൽസോ ആണ് ചെയ്തിരിക്കുന്നത്. പാനൽസോ ഒക്കെ 0.01 ആക്യുറസിയിൽ ഒരിക്കലും. ഇവിടുന്ന് കട്ട് ചെയ്താ ഇവിടെ എഡ്ജ് ഒക്കെ ഏതൊക്കെ തിക്നെസ് ആണ് യൂസ് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ വുഡ് വർക്കിംഗ് യൂണിറ്റ്. വുഡ് വർക്കിംഗ് യൂണിറ്റ്. ഇത് നമ്മുടെ മിറർ റോസ്വുഡ് എന്ന് പറയുന്ന വീട്ടിത്തടി. നമസ്കാരം. നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റീരിയർ. ഈ ഇന്റീരിയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇന്റീരിയർ ചെയ്തിട്ടുള്ള വീടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇന്റീരിയർ വർക്ക് ചെയ്തു വരുന്ന ഫാക്ടറീസും കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റീരിയർ ഫാക്ടറിയാണ് നമ്മുടെ മലപ്പുറത്തുള്ള. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ ഇതിന് ശേഷം പറയാം. മലപ്പുറത്താണ് ഷാരൺ ഇന്റീരിയേഴ്സ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള അസീസിൻ്റെ ഇന്റീരിയർ ഫേമാണ്. ആക്ച്വലി ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ CNC കട്ടിംഗ് ഉൾപ്പെടെയുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. അത് തന്നെയാണ് ഇവരുടെ പ്രത്യേകതയും. കാണാൻ പോകുന്നത് ഈ ഫാക്ടറിയുടെ പ്രത്യേകതകളും വിശേഷങ്ങളുമാണ്. ഏകദേശം പ്രൈസ് ഇന്റീരിയർ ചെയ്യുമ്പോൾ എത്രയാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്. ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള അസീസാണ്. അസീസേ നമസ്കാരം. കറക്റ്റ് സ്ഥലം എവിടെയത്? കറക്റ്റ് ഇത് വെട്ടിച്ചിറ മുഴങ്ങാണി എന്ന സ്ഥലം. അതായത് കോട്ടക്കൽ അടുത്താണ്. വളാഞ്ചേരിന്റെയും കൂടി അടിയിൽ വരും. ഇടയിലാണ് വളാഞ്ചേരിന്റെ അടിയിൽ. ഓ, നമ്പർ ഇവരുടെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ വീട് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളെ ഇന്റീരിയർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് വന്ന് കാണാനായിട്ടുള്ള സൗകര്യം? നേരിട്ട് കാണാം. ഫാക്ടറിയിൽ നേരിട്ട് കാണാം. മെറ്റീരിയൽ പരിചയപ്പെടാം. എല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. ഒക്കെ ബോധ്യപ്പെടാം. അപ്പം നമുക്ക് പയ്യെ ഇതിൽ നിന്ന് തുടങ്ങാം. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വുഡ് വർക്ക് വരെ നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ്ങിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. വുഡ് വർക്ക് ചെയ്യും. നമ്മൾ ജനലാന്റെ വിൻഡോസിന്റെ ഫ്രെയിം, ഡോറിന്റെ ഫ്രെയിം മുതൽച്ച് A to Z വരെ കംപ്ലീറ്റ് ഇന്റീരിയർ മൊത്തം ചെയ്തു കൊടുക്കും. അതായത് വേറെ ഒരു ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, A to Z വരെ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. പ്ലംബിംഗും ഉത്തരവാദിത്തത്തിൽ ചെയ്തു കൊടുക്കും. ഓക്കെ, പ്ലംബിംഗും വയറിംഗ് കഴിഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ചാൽ മതി. ലൂസ് ഫർണിച്ചർ, സീലിംഗ്, ഇതെല്ലാം നമ്മൾ എല്ലാം ചെയ്യും. ഇന്റീരിയർ A to Z. ജനാല അടക്കം ചെയ്യും അല്ലേ? യെസ്, ജനൽ പായ ഉൾപ്പെടെ ഷാരൺ ഇന്റീരിയേഴ്സ് ചെയ്തു പോകും. എല്ലാ മെഷീനറീസും ഞങ്ങളടുത്ത് അവൈലബിൾ ആണ്. അതിൽ ഇപ്പൊ എല്ലാ ഇന്റീരിയർ ഫേമിലും നമ്മൾ കോമൺ ആയിട്ട് എല്ലാ മെഷീനറീസും നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത് അതിൽ വ്യത്യസ്തമാണ്. ഇത് CNC ആണ്. ഓ, അധികം സ്ഥലത്തില്ല. ഹെവി ആയിട്ടുള്ള CNC മെഷീനാണ്. ഓക്കെ, മറ്റേ 3D കൊത്താൻ പറ്റും. ഓ, പിന്നെ 80 mm വരെ ഡെപ്ത് കിട്ടും, ചെയ്യാൻ പറ്റും. പിന്നെ ATC ആണ്. ഓട്ടോമാറ്റിക് ടൂൾ ചേഞ്ചിങ് മെഷീനാണ്. ഓക്കെ, സ്പീഡായിട്ട് ഫിനിഷിംഗിൽ കൊത്തും ചെയ്യാൻ പറ്റും. എത്ര മണിക്കൂർ? വർക്കിനനുസരിച്ച്. ഓ ശരി. വർക്ക് നല്ല ഹെവി വർക്ക് ആണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും. ഈസി വർക്ക് ആണെങ്കിൽ, കട്ടിങ് മാത്രമാണെങ്കിൽ സ്പീഡായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഏതിലൊക്കെ ചെയ്യുന്നേ? HDF, HDHMR, PVC, WVC, പിന്നെ വുഡ്. സ്റ്റീല്, അയൺ പറ്റൂല. അതിന് CNC കട്ടർ അല്ല കേട്ടോ. അതെനിക്കൊന്ന് ഡയമണ്ട് കട്ടർ യൂസ് ചെയ്യും. അത് വേറെ സിസ്റ്റം തന്നെ. അതിന്റെ ടെക്നോളജിയെ മാറി. വേറെ ലേസറിലൊക്കെ. ലേസർ കട്ടിങ്, സോറി, ഡയമണ്ട് അല്ല കേട്ടോ, ലേസർ കട്ടിങ്. ഇതിൽ അക്രലിക് വരെ കട്ട് ചെയ്യാൻ സാധിക്കും. അക്രലിക് അത് നമ്മുടെ ഒരു വീട് ചെയ്യുന്ന സാധാരണഗതിയിൽ ഇന്റീരിയർ ഫേമിൽ CNC മെഷീൻസ് ഉണ്ടാവാറില്ല കേട്ടോ. ഇല്ല. CNC മെഷീൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓവൽ ഷേപ്പിലുള്ള ഇന്റീരിയറുകള്, അതുപോലെയുള്ള ഫർണിച്ചറുകള് ഇതൊക്കെ വെച്ചിരിക്കുന്നല്ലേ. പിന്നെ ഈ ബേസിന്റെ മുകളിലുള്ള ഗ്ലാസുകൾ, മിററിന്റെ ഫ്രെയിമുകളൊക്കെ നല്ല ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സാധാരണ കാണുന്നത് പോലെയുള്ള പ്രസിംഗ് മെഷീൻ, ഹൈഡ്രോളിക് കോൾഡ് പ്രസ് അല്ലേ? ഇത് ഹൈഡ്രോളിക് കോൾഡ് പ്രസ് ആണ്. 4 സിലിണ്ടർ ആണ്. 4 സിലിണ്ടർ ആണ്. അപ്പൊ എല്ലാ ഭാഗത്തും ഒരേപോലെ ലോഡ് വരും. പ്രഷർ എല്ലായിടത്തും ഒരുപോലെയാണ്. 100 ടൺ ആണ് കപ്പാസിറ്റി. എത്രയാണ് വരെ? 10 ഷീറ്റോ? 40 ഷീറ്റ് വരെ ഒരുമിച്ച് പ്രസ് ചെയ്യും. 40 ഷീറ്റ്സ് ഒരുമിച്ച് പ്രസ് ചെയ്യുന്നതാണ്. ഒരു 6 മണിക്കൂറൊക്കെ പ്രഷർ വേണ്ടി വരും അല്ലേ? 6 മണിക്കൂറിൽ കൂടുതൽ ഇടും. ഞങ്ങൾ 8 മണിക്കൂറാണ്. അതായത് ഒരു രാത്രി അങ്ങ് ഇടും. രാത്രി രാവിലെ എടുക്കും. കൂടുതൽ ടൈം ഇട്ടാലും ഡാമേജ് ആവും എന്ന് പറയുന്ന ഷീറ്റ്. എന്നാലും കറക്റ്റിനാണ് നിങ്ങൾ ചെയ്യാം. ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മാൻ പവർ വെച്ച് ചെയ്യുമ്പോൾ ഈ ഹീറ്റെക്സ് പോലെയുള്ള പശകളിലാണ് സാധാരണ ഒട്ടിക്കുക. അതിനൊരു കിലോന് തന്നെ 450 രൂപ ഒക്കെ വില വരുന്നുണ്ട്. അപ്പോൾ 10-750 രൂപയുടെ പശ മാത്രം, അധസീവ് മാത്രം വരും ഒരു പ്ലൈവുഡ് ഒട്ടിക്കണമെങ്കിൽ. ഞങ്ങൾ 600 രൂപക്ക് അധസീവ് അടക്കം പ്രസ് ചെയ്തുകൊണ്ട് കൊടുക്കും. പിന്നെ നമ്മൾ രണ്ടാമത് വരിക കട്ടിംഗ് ആണ്. കട്ടിങ്ങിൽ നമ്മളത് കമ്പ്യൂട്ടറൈസ്ഡ് കട്ടിംഗ് മെഷീനാണ്. മെഷർമെന്റ് കൊടുത്താൽ മതി, മെഷീൻ കട്ട് ചെയ്ത്. അതായത് നമ്മുടെ സാധാരണ 2D കഴിഞ്ഞിട്ട് കട്ടിംഗ് ലിസ്റ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സാധനം കട്ട് ചെയ്ത് പോലെ ചെയ്യണം.
വർക്ക് ഈസി മാത്രമല്ല ആക്യുറസിയാണ്. 0.01 ആക്യുറസി ഉണ്ടാവും. പാനൽസോയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? പാനൽസോക്ക് 0.01 ആക്യുറസിയിൽ ഒരിക്കലും മാൻ പവർ വെച്ച് കട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അത്രയും ഫിനിഷിംഗ് ആവും കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ചെയ്തു പോകാൻ പറ്റും. ഫിനിഷിംഗ് ആവും. യെസ്. അപ്പൊ ഇതില് കട്ടിംഗ് മെഷീൻ നോർമലി നമ്മുടെ പാനൽസോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എഡ്ജ് വാൻഡിങ് ആണ്. എഡ്ജ് വാൻഡിങ് പിന്നെ എഡ്ജ് വാൻഡിങ് ആണ്. എഡ്ജ് വാൻഡിങ് ഗ്ലൂ ആണ്. എഡ്ജ് വാൻഡ് ഒക്കെ ഏതൊക്കെ തിക്നെസ് യൂസ് ചെയ്യുന്നത്? എഡ്ജ് വാൻഡ് നമുക്ക് മറ്റേ 50 mm വരെ കൊടുക്കാൻ പറ്റും. കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ ഹൈറ്റ് വരുന്നത്. മറ്റേത് 2 mm വെക്കാൻ പറ്റും. കോർണർ വരെ റൗണ്ട് ചെയ്ത് കിട്ടും. അഡസീവ് എന്ന് പറഞ്ഞാൽ ഹോട്ടാണ്. അപ്പൊ അത് എന്ന് പറഞ്ഞാല് 180 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ടാണ് അഡസീവ് ഒട്ടി. ഹീറ്റ് ഫ്യൂസിംഗ് ആണ് മറ്റേ വാക്യം. ഹീറ്റ് ഫ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാടുപ്പെട്ടവർക്കൊക്കെ മനസ്സിലാവും. ചൂടായി അങ്ങനെ ചേർന്ന് ഒട്ടിയിരിക്കുന്ന പരിപാടി. അതുകൊണ്ട് എന്താണ് വാട്ടർ പ്രൂഫ് ആവും. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് കിടക്കൂല. വാട്ടർ പ്രൂഫ്, വെതർ പ്രൂഫ്. അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തണുപ്പോ കാര്യങ്ങളോ ഉള്ളിലോട്ട് നമ്മള് ജർമ്മൻ മെയ്ഡ് അഡസീവ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഏത് എഡ്ജ് വാൻഡിങ്ങില്? എഡ്ജ് വാൻഡിങ്ങില്. അതാണ് എഡ്ജ് വാൻഡിങ് മെഷീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ചെയ്തിരിക്കുന്ന കുറേയേറെ വർക്കുകൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ? ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ നമ്മള് സ്റ്റോക്ക് ചെയ്യില്ല. നമ്മള് ചെയ്ത് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയിട്ട് സൈറ്റിലോട്ട് പോവാ ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ നടത്തി പോവും, അസംബിൾ ചെയ്ത് പോവും. ഇതിന്റെ ഫിനിഷിങ് നോക്കൂ. സൈഡ് ഇതാണ് സൈഡ് ഉരുട്ടി ചെയ്യാന്ന് പറയുന്നത്. ഒരു ഫിനിഷിംഗിൽ റൗണ്ട് ആക്കിയിട്ട് വരും. ഇത് തന്നെ പൊളിച്ചാൽ ഒരിക്കലും പ്രശ്നം വരികയില്ല. ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആവും, റെസിസ്റ്റന്റ് ആവും, ബോറർ റെസിസ്റ്റന്റ് ആവും. അങ്ങനെ കൊടുത്തിരിക്കുന്നു. അങ്ങനെ കുറെ എണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കർക്കേസ് അടിച്ചു ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലെ? ഷെൽഫ്സ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഷെൽഫ് അടിച്ച് നിർത്തിയിരിക്കുന്നു. മൾട്ടി ബോറിംഗ് ചെയ്തതാണ്. ഇതിന്റെ ഫിനിഷിങ്, ജോയിന്റുകളുടെ ഫിനിഷിങ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൾട്ടി ബോറിംഗ് ചെയ്യുമ്പോൾ ഇത് അയച്ചെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാന് മോഡുലാർ ആണല്ലോ. സാധാരണ രീതിയിലായി കഴിഞ്ഞാൽ സ്ക്രൂ കൊടുത്തിട്ട് അതിന്റെ മേലെ മൈക്കൊട്ടിക്കും. പിന്നെ അത് പൊളിച്ചെടുക്കാൻ കഴിയില്ല. ഇത് ഇപ്പൊ നമുക്ക് ഒരു ഷീറ്റ് മാത്രം മറ്റേ ഡാമേജ് വന്നാൽ ആ ഷീറ്റ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. അതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈസ് കൂട്ടണേൽ കൂട്ടാം. ഒരു കാലത്ത് മോഡുലാർ ആയതുകൊണ്ട് കുറക്കാം. ഇത് റീയൂസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റുകൾ അഴിച്ചെടുത്തോണ്ട് പോകാന്നുള്ള പ്രത്യേകത ഏറ്റവും വലിയ ഗുണം. നിങ്ങളിവിടെ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇത് വുഡിന്റെ. വുഡ് നിങ്ങളിവിടെ ചെയ്യുന്ന ഇത് വുഡ് നമ്മള് മഹാഗണി, മറ്റേ തേക്ക്, വീട്ടി, മാഞ്ചിയം ഏതിലും ചെയ്യാം. ഏത് വുഡ് തന്നാലും കസ്റ്റമർ തരുന്ന വുഡിലും ചെയ്യും, നമ്മൾ വാങ്ങിയിട്ടും ചെയ്യും. കസ്റ്റമൈസ് ചെയ്തു. മൾട്ടിവുഡ് ബാക്കിൽ അടിച്ചിരിക്കുന്ന അല്ലേ? ബാക്കിൽ നമ്മൾ മൾട്ടിവുഡ് ആണ് അധികം കൂടുതൽ. യെസ്. മൾട്ടിവുഡ് പുറകില് ഇപ്പൊ നമുക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രശ്നം വരാതിരിക്കാനൊക്കെ ആയിട്ട് മൾട്ടിവുഡ് ബാക്ക് സൈഡിൽ പാനലായിട്ട് മൾട്ടിവുഡ് കൊടുക്കുന്നു. ബോറിംഗ് മെഷീൻ അല്ലേ? മൾട്ടി ബോറിംഗ് അല്ലേ? 3 ഹെഡ് ആണ്. 3 ഹെഡ് ആണ്. മൾട്ടി ബോറിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മെഷീൻ അത്. അതിനായിട്ട് യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യം നമ്മളിപ്പോ പറഞ്ഞത് ജോബ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോബ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമർക്ക് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് ചെയ്ത് ഒരു കാർപ്പൻറ്റർ ചേട്ടന് വരാൻ പറ്റും. ഇന്ത്യൻ ഫേമിന് വരാൻ പറ്റും. ഏത് ആൾക്കാർ വന്നാലും ജോബ് വർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ആ സ്കെയിൽ വുഡിന്റെ സാമ്പിൾ ഇരിപ്പുണ്ടല്ലോ ഇവിടെ. ഉണ്ട്. ഇത് ഏത് മെറ്റീരിയലിനില്ല, എല്ലാ മെറ്റീരിയലും ചെയ്യും. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പാർട്ടിക്ക് തീരുമാനിക്കാം എന്ത് മെറ്റീരിയൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഇഷ്ടം, അവരുടെ ടേസ്റ്റ്, അവരുടെ സ്വപ്നങ്ങളുള്ള ഇന്റീരിയർ അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇന്റീരിയർ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുമല്ലോ. അത് ഏതാ യൂസ് ചെയ്യുന്നത്? മറൈൻ പ്ലൈവുഡ് ആണോ അതോ? അത് നമ്മൾ മറൈൻ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്യുക. പ്ലൈവുഡ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ സ്വന്തം പ്ലൈവുഡ് ഉണ്ട് നമ്മളെ കയ്യിൽ, ഷാരൻ എന്നുള്ള പേരിൽ. അത് നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുത്ത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന 70 BWP മറൈൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അത് WPC ആവശ്യപ്പെട്ട അത് നമ്മൾ ചെയ്ത് കൊടുക്കും. WPC ചെയ്ത് കൊടുക്കും, PVC ചെയ്ത് കൊടുക്കും, പ്ലൈവുഡിൽ ഏത് ബ്രാൻഡും നമ്മൾ പാർട്ടിക്കൽ ബോർഡും ചെയ്തു കൊടുക്കും. ഏത് ബ്രാൻഡിലും ചെയ്യും. ബ്രാൻഡ് ഏത് വേണമെന്നുള്ളത് കസ്റ്റമർക്ക് തീരുമാനിക്കാം. അപ്പൊ ചോദിച്ചോ, ഞങ്ങളെ ബ്രാൻഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കസ്റ്റമർക്ക് തീരുമാനിക്കാം. ശരി. നിങ്ങളുടെ ബ്രാൻഡിൽ വരുമ്പോഴത്തേക്കും മറൈൻ പ്ലൈവുഡ് ഒക്കെ ഏകദേശം എത്ര പ്രൈസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും? ഒരു 1,800 മുതൽ അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പ്രോഡക്റ്റിനനുസരിച്ച് ആക്സസറീസ് ഒക്കെ കസ്റ്റമർക്ക് തീരുമാനിക്കാം. ഏത് ഒലിവ് വേണോ, സ്ലീക്ക് വേണോ, ഹെറ്റിക് വേണോ, ആഫലെ വേണോ എന്നൊക്കെ അവർക്ക് അതിനൊക്കെ അനുസരിച്ച് റേറ്റ് മാറ്റം വരുന്നത്. ഇപ്പൊ 1800 എന്ന് പറയുമ്പോഴും ഇപ്പൊ ഒരു കസ്റ്റമർക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ സെഞ്ചുറിയുടെ ഏറ്റവും കൂടിയ പ്ലൈ വേണം, അല്ലെങ്കിൽ ട്രോജന്റെ ഏറ്റവും കൂടിയ ഗ്രേഡ് ആർക്കിടെക്ട് പോലുള്ള പ്ലൈവുഡുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ റേറ്റ് മാറ്റം. PVC ആണെങ്കിൽ തോംസൺ യൂസ് ചെയ്യാം. അതിലൊക്കെ റേറ്റ് മാറ്റം വരും. ആക്സറീസ് വരുമ്പോൾ റേറ്റ് മാറ്റം വരും. ഇതൊക്കെ കണ്ടീഷണലി ആണ്. പക്ഷെ ഒരു നോർമൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യെസ്. ഇനിയിപ്പോ നമുക്ക് ഇവരുടെ വുഡ് വർക്കിംഗ് യൂണിറ്റ്
അതൊന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. വുഡ് വർക്ക് യൂണിറ്റ് കൂടി ഞങ്ങൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടോളെ. ഇതാണ് നമ്മുടെ വുഡ് വർക്കിംഗ് യൂണിറ്റ്. വുഡ് വർക്ക് യൂണിറ്റ്. പിന്നെ അതിന്റെ പുറകിലുണ്ട് ബാക്കി ഭാഗം. അതെ അതെ, കുറച്ച് ഉള്ളിലുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇത് ഞങ്ങൾ കസ്റ്റമർക്കായിട്ട് ചെയ്തിരിക്കുന്ന കസ്റ്റമൈസ് ചെയ്തതാണ്. ഹിഞ്ചസ് വരുന്നതേ ഉള്ളൂ, വെച്ചിട്ടില്ല. ഓക്കെ, ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള അങ്ങനെ റോ ആയിട്ടുള്ള സാധനം കാണിച്ചാണ്. ഇതില് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ വുഡ് വർക്കിംഗ് യൂണിറ്റിന്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ മിറർ അല്ലേ? മിററാണ്. ഇതൊക്കെ കസ്റ്റമൈസ് ഉള്ള ഓർഡറുകളാണ്. ഓരോന്ന് ചെയ്തു കൊടുത്തിട്ട് അത് കണ്ടിട്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ റെഫറൻസിൽ വിളിക്കുന്നല്ലേ. ഇത് ഏതിലൊക്കെ ചെയ്യാം? ഇത് ഞാൻ മെറ്റലിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മെറ്റലിൽ ചെയ്യാം, മെറ്റൽ അലുമിനിയത്തിൽ ചെയ്യാം, സ്റ്റീലിൽ ചെയ്യാം. പിന്നെ ഇത് മഹാഗണി, വീട്ടി, അതുപോലെ തേക്ക്, പ്ലാവ്, ഏത് മരത്തിലും ഇതൊക്കെ ചെയ്യും. ഇത് ഏതിലാ ചെയ്തിരിക്കുന്നത്? ഇത് മഹാഗണിയാണ്. ഏകദേശം എത്ര രൂപ വരും വിത്ത് ഗ്ലാസ് വരുമ്പോൾ? 12,500 വരും. ഇത് അലുമിനിയത്തിൽ ചെയ്യുമ്പോഴോ? അലുമിനിയത്തിൽ ചെയ്യുമ്പോൾ 4,500 വരും. 4,500 കുറച്ചും കൂടി ഒരു ലക്ഷം. ഓരോരുത്തർക്കും ഓരോ പിന്നെ ബഡ്ജറ്റ് കൂടെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചത്. ഇതൊക്കെ നമ്മുടെ ഇത് നമ്മളെ പ്ലെയിനർ മെഷീനാണ്. സർഫേസ് പ്ലെയിനർ എന്നാണ് ഇതിന് പറയാം. സർഫേസുകൾ ക്ലിയർ ആക്കുന്ന മെഷീനാണ്. ഇത് പ്ലെയിനർ മാത്രം അടിച്ചു കൊടുക്കാൻ ആളുകൾ വരുമ്പോ അത് മാത്രം അടിച്ചു കൊടുക്കും, മാത്രമായിട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കും ആളുകളെ. ഇത് നമ്മളെ തിക്നെസ് പ്ലെയിനർ ആണ്. ഇത് ഇതിന്റെ തിക്നെസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ്. എനിക്ക് ഭയങ്കര കണ്ടപ്പോഴത്തേക്ക് എടുത്തു നോക്കിയാണ്. ഇത് വീട്ടിയ റോസ് വുഡ് എന്ന് പറയുന്ന വീട്ടിത്തടി. തേക്കാണ് രാജാവ് എന്ന് പറഞ്ഞത്, പക്ഷെ തേക്ക് രണ്ടാമത് നിൽക്കും. നിങ്ങളിതിന്റെ ഇന്തോനേഷ്യൻ ഫർണിച്ചറിലെ കിങ്, വുഡിലെ കിങ് എന്ന് പറഞ്ഞത് വീട്ടിൽ. ചൈനയിലൊക്കെ ഞാൻ പോയ സമയത്ത് കണ്ട ഓരോ ഫർണിച്ചർ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇതിലുള്ള ഓരോരോ കൊത്തുപണികൾ കണ്ടിട്ട് ഭയങ്കര. കാരണം അതും മറ്റേ CNC, നമ്മളെ അടുത്തുള്ള അങ്ങനത്തെ CNC മെഷീനൊന്നും ഇല്ലാത്ത കാലത്ത് ലേബറെ വെച്ച് ചെയ്തിട്ടുണ്ട്. താജ്മഹലൊക്കെ നിർമ്മിച്ചതുപോലെ വുഡിലെ ഡീക്കേയിങ് ഇല്ലാത്ത വുഡ് എന്ന് തന്നെ പറയാം. ഡീക്കേയിങ് ഇല്ലാത്ത വുഡ്. ഇവൻ കിടക്കും തോറും ഈ വുഡ് ഞങ്ങളടുത്ത് അവൈലബിൾ ആണ്. ഞങ്ങളിത് വുഡ് നാട്ടിൽ നിന്ന് വീട്ടിൽ വാങ്ങിച്ചിട്ട് സീസൺ ചെയ്തിട്ട് കൊണ്ടുവന്ന് സ്റ്റോക്ക്. ശരി, വേണ്ടവർക്ക് നമ്മൾ ചെയ്തു. വില നല്ല റേറ്റ് പ്രശ്നമില്ലാത്തവരെ അത് അന്വേഷിച്ച് വരുള്ളൂ. ചെറിയ പൈസക്ക് കിട്ടൂല. റേറ്റ് കാശ് വിഷയമുള്ളതിന് വീട്ടിൽ ഒന്നും ചോദിച്ചു തരില്ല. ഇത് പ്ലാവിൻ്റെ. ഇത് നമുക്ക് ഇപ്പൊ ചോദിച്ചോട്ടെ, ഇത് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ കൊറിയർ ചെയ്യും ഇതിന്റെ പാർട്സ് ആക്കിയിട്ട്. നമ്മൾ ഓരോ ഫർണിച്ചറുകളും ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വാൾഡ്രോബ് ആയാലും ഇനി മറ്റേ കിച്ചൺ ആയാലും ഇനി അതല്ല ഡൈനിങ് ടേബിൾ ആയാലും എന്തായാലും മാനുഫാക്ചർ ചെയ്തിട്ട് അവരുടെ അഡ്രസ്സിൽ കൊറിയർ ചെയ്ത് കൊടുക്കും. നമ്മൾ അസംബിൾ ചെയ്ത് കൊടുക്കും. അവർക്ക് അസംബിൾ ചെയ്യും. നമ്മളെല്ലാ സാധനങ്ങളും മൊഡുലാറാണ്. പാർട്സ് ഫുള്ള് മൊഡുലാറാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അഴിച്ചായിരിക്കും ഒരു കസ്റ്റമർ. ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ കസ്റ്റമർക്ക് തന്നെ അസംബിൾ ചെയ്യാം. ഞങ്ങൾ എല്ലാ ഫർണിച്ചറും അവർക്ക് തന്നെ അസംബിൾ. അവർക്ക് അതിന്റെ വൈലോ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള ഇന്റീരിയർ, അതിപ്പോ വുഡ് ആയിക്കോട്ടെ, മോഡുലാർ ആയിട്ടുള്ള ബോർഡ് കൊണ്ടായിക്കോട്ടെ, എന്തും നിങ്ങൾ അതുപോലെ മറ്റേ വീടുകൾ, അതുപോലെ ഷോപ്പുകളുടെ ഇന്റീരിയർ, അതുപോലെ വലിയ വലിയ ടെക്സ്റ്റൈൽസുകള്, വലിയ വലിയ ഹോസ്പിറ്റലുകള്, കടകള്, ഇതെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്. സ്കൂളുകള്, എല്ലാവർക്കും ആവശ്യമുള്ള ഫർണിച്ചറുകൾ നമുക്ക് നിർമ്മിച്ചു കൊടുക്കും. എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മള് മലപ്പുറം ജില്ല മാത്രമാണ് കൂടുതലും ചെയ്തു പോരുന്നത്. പക്ഷെ ഇനി നമ്മള് കോഴിക്കോട്, കണ്ണൂര്, പാലക്കാട്, മറ്റേ തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടെന്നാണോ പറയുന്നത്? ഇങ്ങോട്ടെല്ലാം ഇങ്ങോട്ട് കൊടുക്കുക. കാരണം അവിടെ ഇങ്ങനത്തെ കമ്പനികൾ കുറവാണ് ഈ ഏരിയ. അല്ല, ഇങ്ങനത്തെ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഈ മോഡുലാർ ഫർണിച്ചർ ചെയ്യുന്ന, മോഡുലാർ ഇന്റീരിയർ ചെയ്യുന്ന ധാരാളം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ വുഡും കൂടെ വരുന്ന കമ്പനി ഇല്ല. അപ്പൊ എല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കും ഒരു കസ്റ്റമർക്ക്. കസ്റ്റമൈസ്ഡ്, ഗ്യാരണ്ടി സഹിതം, ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട്, വാറണ്ടി സഹിതം. എത്ര നമ്മൾ വാറണ്ടി കൊടുക്കുക ഒരു ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ? 5 year ഫ്രീ മെയിൻ്റെനൻസ് കൊടുക്കും. ഫ്രീ മെയിൻ്റെനൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ്റെനൻസ് അല്ല, മെറ്റീരിയലിന് വീണ്ടും 20 വർഷം 25 വർഷം ലൈഫ് ടൈം ഒക്കെ വാറണ്ടി ഉള്ളതുണ്ട്. സർവീസ് ആണ് ഞാൻ ചോദിച്ചത്. അത് അവർ യൂസ് ചെയ്യുന്ന ബ്രാൻഡിനനുസരിച്ചിരിക്കും, യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വീട്ടിന്റെ ഗ്യാരണ്ടി നമുക്ക് മഹാഗണിക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും. അതുപോലെ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ സർവീസിനായിട്ട് ഞാൻ പറഞ്ഞു, തൃശ്ശൂർ തൊട്ട് നമ്മുടെ കണ്ണൂർ വരെയുള്ള ഏരിയയിൽ പൂർണ്ണമായിട്ട് സർവീസ് കൊടുക്കും. സർവീസ് വാറണ്ടി അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് വാറണ്ടി സെപ്പറേറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ളവർ നേരിട്ട് വിളിക്കുക. നേരിട്ട് വന്ന് കണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ജോബ് വർക്കിനും അതുപോലെ ഒരു വീട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റ് വന്ന് ചെയ്യാം. അല്ലാതെ പൂർണ്ണമായിട്ട് നിങ്ങളും വർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ചെയ്തു.
ബാക്കി നമ്പർ താഴെ കൊടുത്തേക്കാം നേരിട്ട് അത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എങ്ങനെ വേണം. എങ്ങനെയാണ്? താങ്ക് യു സോ മച്ച്. ഓക്കെ. എടുത്തു പറയുന്നത് സർവീസാണ്, അത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കിട്ടും. അതിനായിട്ട് ഇവരുടെ നമ്പർ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കും, നേരിട്ട് വന്ന് കാണാം. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. ഇനി നമുക്ക് നിങ്ങൾ ചെയ്ത ഒരു ഇത് കഴിഞ്ഞിട്ട് ചെയ്തൊരു വീട് ചെയ്യണം കേട്ടോ. വീട് ചെയ്യണം, ഇന്റീരിയർ ചെയ്തൊരു വീട് ഒരുപാട് വീടുകളിൽ ചെയ്തിട്ടുണ്ട്. സാറിന് ഏതെങ്കിലും താല്പര്യമുള്ള നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലേ? ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഷാരൻ ഡിസൈൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. അതൊന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. പറഞ്ഞ വീഡിയോസ് മാത്രമേ ഞങ്ങൾ അതിലേക്ക് എത്തിയിട്ടുള്ളൂ. നല്ല പ്രോജക്റ്റുകൾ കാണാം. ഇനി നല്ല പ്രോജക്റ്റുകൾ അതിനകത്ത് വരട്ടെ. ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കലും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ